റോക്കി പർവ്വതനിരകളിലെ മരിയൻ രൂപത്തിൻ്റെ സംഭവങ്ങളും കഥകളും. മൊണ്ടാനിയയിലെ ബ്യൂട്ടിൽ നിന്ന് 10 മൈൽ അകലെയായി റോക്കി പർവ്വതനിരകളിൽ ഒരു മരിയൻ രൂപമുണ്ട്. താഴ്വരയിൽ നിന്ന് 3500 അടി ഉയരത്തിലാണ് ഈ രൂപം സ്ഥിതി ചെയ്യുന്നത്. അവർ ലേഡി ഓഫ് ദി റോക്കീസ് എന്നാണ് ഈ രൂപത്തിൻ്റെ പേര്. ഏകദേശം 90 അടി, അതായത് 30 മീറ്റർ ഉയരമുള്ള ഒരു മഞ്ഞുമൂടിയ വെളുത്ത രൂപമാണിത്. ഈ രൂപം ആ പട്ടണത്തിൻ്റെ മുഴുവൻ ഐക്കണായി മാറുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 4ാമത്തെ വലിയ രൂപം കൂടിയാണ് അവർ ലേഡി ഓഫ് ദി റോക്കീസ്. ഈ മരിയൻ രൂപം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതിന് പിന്നിൽ ഒരു സംഭവമുണ്ട്. ഭാര്യയ്ക്ക് ക്യാൻസർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് ഈ പദ്ധതി ആവിഷ്കരിച്ച ബോബ് ഓബിൽ എന്ന വ്യക്തിയുടെ ഭക്തിയിൽ നിന്നാണ് ഈ രൂപത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഭാര്യയുടെ രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചു. പകരം തൻ്റെ വീടിൻ്റെ പിന്നിൽ പരിശുദ്ധ അമ്മയുടെ രൂപം സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ഭാര്യ പെട്ടെന്ന് അത്ഭുതകരമായി സുഖം പ്രാപിച്ചപ്പോൾ ഓബിൽ വളരെയധികം ആവേശഭരിതനായി. അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ 5 അടി രൂപത്തിൽ നിന്ന് 90 അടി ഉയരമുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്മാരകമായി വികസിച്ചു. അവർ ലേഡി ഓഫ് ദി റോക്കീസ് പൂർത്തിയാകാൻ 6 വർഷമെടുത്തു. ഇതിന് 400 പൗണ്ട് കോൺക്രീറ്റും സ്ഥാപിക്കാനായി നാഷണൽ ഗാർഡ് സംഭാവന ചെയ്ത ഒരു സ്കൈ ക്രെയിനും ആവശ്യമായി വന്നു. ബ്യൂട്ടിലെ നിവാസികളാണ് ഈ പണിയെല്ലാം നടത്തിയത്. ചിലർ വൈകുന്നേരങ്ങളിൽ അതിലേക്ക് നയിക്കുന്ന പർവ്വതപാത വൃത്തിയാക്കാനും കല്ലുകൾ പാകാനും സംഭാവന ചെയ്തു. മറ്റുള്ളവർ ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കാൻ അക്ഷീണം പരിശ്രമിച്ചു. നഗരം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിടിയിലായിരുന്നുവെങ്കിലും ബ്യൂട്ടിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നു. ജോലി നഷ്ടപ്പെട്ടവർ പോലും രൂപത്തിൻ്റെ സ്ഥലത്തേക്കുള്ള റോഡിൽ പ്രവർത്തിക്കുവാൻ സമയവും തങ്ങളുടെ സേവനവും അനുഭവപരിചയവും സംഭാവന ചെയ്തു. പണക്കുറവുണ്ടായപ്പോൾ ഉദാരമായ സംഭാവനകളിലൂടെയും ചെറിയ ധനസമാഹരണത്തിലൂടെയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം, ഭൂമി മുതൽ ഉപകരണങ്ങൾ വരെ ലഭ്യമായി. അവർ ലേഡി ഓഫ് ദി റോക്കീസ് പൂർത്തിയായ നിമിഷത്തിൻ്റെ 1985 ഒരു വീഡിയോയിൽ വിസ്മയം നിറഞ്ഞ നിറകണ്ണുകളോടെ സ്വന്തം കൈപ്പണിയെ നോക്കുന്ന ഒരു ജനക്കൂട്ടത്തെ കാണാമായിരുന്നു എന്ന് രൂപം കൂട്ടിയോജിപ്പിച്ച ലിയോറി ലീ എന്ന വ്യക്തി പറയുന്നുണ്ട്. നിരവധി തീർത്ഥാടകർ ഇവിടെ എത്തുകയും രൂപത്തിനു മുമ്പിൽ നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ഒപ്പം തന്നെ തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്.